എന്നുണ്ട് ആമേ വല്ലഭൻ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഇനിയത്തെ അധ്യായങ്ങൾ ഓടിച്ചങ്ങ് പോവുക, ഇതുപോലെ വിശദീകരിക്കുന്നില്ല. 13 ചെറുതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ 14 അധ്യായത്തിലെ വിഷയം ഒറ്റ വാക്കി പറഞ്ഞ യുദ്ധവും ജയവും. 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുടെ യുദ്ധം ചെയ്തു. അമ്രാബേൽ, അരിയോക്ക്, കെതർലാമയോർ, തീതാൽ ആദിയായ ബാബിലോണയായുള്ള 4 പേര്, ബേരാ, ബുർഷ, ശിനാബ്, സോവർ ആദിയായുള്ള സോദോമിയായുള്ള 5 പേരുമായിട്ട് യുദ്ധം ചെയ്തു. 4 പേരെ പേടിച്ച് 5 പേര് ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുഴിക്കകത്ത് പോയി. ഓയിൽ കുഴി, കീൽക്കുടി, പലരും ചെതറി ഓടി. ഒരുത്തിന് എതിർച്ചയാ ഓടി വന്നെ എബ്രായനായ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, സോദോമിൽ യുദ്ധം നടന്നു, നിന്റെ സഹോദരപുത്രൻ ലോത്ത് അവൻ്റെ ഭാര്യ പെൺകുട്ടികൾ സമ്പത്ത് തട്ടിക്കൊണ്ടുപോയി. അബ്രഹാം കൃപയുള്ള മനുഷ്യനായതുകൊണ്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് തൻ്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അഭ്യാസം, ഞാനിങ്ങനെ പറഞ്ഞ് വീണ്ടും ജനനം പ്രാപിച്ച 318. ഈ വീട്ടിൽ ജനിക്കുന്നതും വീണ്ടും ജനനവും രണ്ടും രണ്ടാണ്. വീട്ടിൽ ജനിക്കുന്നവരെല്ലാം വീണ്ടും ജനനം ഉള്ളവരല്ല. അബ്രഹാം വീട്ടിൽ ജനിച്ച 318. പിന്നെ മമ്മറ, ആനേർ, യഷ്കോൽ. മമ്മറ ബലവാ, ആനേർ, യഷ്കോലും അബ്രഹാം. അങ്ങനെ 318 321 അബ്രഹാമിനെ കൂട്ടും 322. വേദപുസ്തക സംഖ്യാശാസ്ത്ര പ്രകാരം നല്ല കണക്കാണ്. കണക്കൊപ്പിച്ച് യുദ്ധത്തിന് പോയി. സോലോമനെ കൊള്ളകിട്ട 4 വമ്പൻ രാജാക്കന്മാരെ അമ്പെ പരാജയപ്പെടുത്തി ലോത്തിനും കുടുംബത്തിനും രക്ഷിച്ചു കൊണ്ടുവന്നു. ഇതൊക്കെ മണിക്കൂറുകൾ എടുത്ത് പറയേണ്ടത്, അതിന് മുതിരുന്നില്ല. നമുക്ക് പിന്നീടൊരിക്കൽ ഞാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ പഞ്ചഗ്രന്ഥത്തെ പറ്റി ഒരു ക്ലാസ് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പഞ്ചഗ്രന്ഥം ഉൽപ്പത്തി മുതൽ ആവർത്തന ഒടുവിൽ വരെ. അപ്പം ബൈബിൾ ക്ലാസ് ഉണ്ടല്ലോ നമുക്ക് 1 മണിക്കൂർ. കർത്താവ് അനുവദിച്ചാൽ അന്നേരം ഞാനത് അതിൻ്റെ അടുക്കടുക്കായിട്ട് നമുക്ക് ചിന്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ ഇത് ഉപവാസ പ്രാർത്ഥനയല്ലേ, സ്തോത്രം. ഈ പഞ്ചഗ്രന്ഥം എന്നാന്ന് പോലും അറിയാൻ മേലാത്ത ആൾക്കാരുണ്ട്. പഞ്ചഗ്രന്ഥവും അത് നമുക്ക് 66 ഉണ്ടല്ലോ, പിന്നെ അതുപോലും അറിയാൻ മേലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇവിടെ വരുന്നവരെല്ലാം നന്നായിട്ട് വചനം പഠിക്കണം. വചനത്തിന് നല്ല തിട്ടം വേണം. അങ്ങനെ തിട്ടമായാൽ നീ തെറ്റിപ്പോകുകയല്ല. കർത്താവ് പറഞ്ഞു, തിരുവെഴുത്തുകളെ ദൈവശക്തിയെ അറിയായി കൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അപ്പോൾ ഈ യുദ്ധത്തിൽ അബ്രഹാമിന് ജയമുണ്ടായി. ഒറ്റവാക്കി പറഞ്ഞ അധ്യായം വിടാം. ഈ 14 അധ്യായത്തിലെ ജാതീയ രാജാക്കന്മാരുമായുള്ള യുദ്ധത്തിൽ അബ്രഹാമിന് ജയം വരാൻ കാരണം ഒറ്റവാക്കി പറയാം. 13 അധ്യായത്തിൽ ആരാധിച്ച് ബലപ്പെട്ടു. 13 അധ്യായത്തിൽ ഹെബ്രോന് വന്ന് ആരാധിച്ച് ബലപ്പെട്ടത് കൊണ്ടാ 14 അധ്യായത്തിലെ യുദ്ധത്തിൽ ജയം. നിനക്ക് പാപത്തെയും ലോകത്തെയും ജഡത്തെയും സാത്താന്യ ശക്തികളെയും ജയിക്കണമെങ്കിൽ നീ ആത്മാവിൽ ബലപ്പെടണം. ഇത് പാട്ട് പാടുമ്പോൾ കൈ അടിക്കുകയില്ല, ചേർന്ന് പാടിയാൽ പാടുകയില്ല. ഉടനെ പറഞ്ഞ് ഞങ്ങൾക്ക് ആ പാട്ടൊന്നും അത് നിങ്ങൾ രണ്ടും കൂടെ അവിടെ നിന്ന് വായിക്കൊള്ളാത്ത പാട്ടും ആൾക്കാർ കേൾക്കാത്ത പാട്ട്, അല്ലാതെ പഠിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഉടനെ മറക്കരുത്, പുസ്തകം ഇറക്കിയോ, പാട്ട് പുസ്തകം. ഇതൊന്നും രക്ഷപ്പെടാനുള്ള മാർഗമല്ല. ഞങ്ങളൊക്കെ പാട്ട് പഠിച്ചത്, ഷെഡിജി, ഞാൻ സുഭാഷൊക്കെ പാട്ട് പഠിച്ചത്, ഒരാളൊരു പാട്ട് പാടി അത് കേട്ട് എഴുതിയെടുക്കും, കഷ്ടപ്പെടും. എഴുതിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അവസരം കിട്ടുമ്പോഴെല്ലാം അത് പാടി നോക്കി തിട്ടം വരുത്തുക. ആ പാട്ട് തീരുന്നതിനെ വരെ ആ പേപ്പർ കൊണ്ട് കൈ കാണും. കഷ്ടപ്പെടാനൊന്നും ഒക്കത്തില്ല. സ്തോത്രം. ഏത് മേഖലയും കഷ്ടപ്പെടാതെ രക്ഷപ്പെടാൻ പറ്റുമോ? രക്ഷപ്പെടാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 13 അധ്യായത്തിൽ ആരാധിച്ച് ബലപ്പെട്ടത് കൊണ്ടാണ് 14 ജയം. നീ ആരാധിച്ച് ബലപ്പെട്ടാലേ നിനക്ക് ജയമെടുക്കാൻ പറ്റും. ഈ 14 ജയമെടുത്തു. ഈ 14 ജയമെടുത്ത് അബ്രഹാമിന് 15 ഒരു പരീക്ഷ. 15 അധ്യായത്തിൽ അബ്രഹാം പറഞ്ഞു, കർത്താവാകുന്ന യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നു. ഈ ദമ്മേശേക്കുകാരനാകുന്ന എലിയാസറത്തെ പുള്ളിക്ക് അതാ സങ്കടം. പുള്ളിക്ക് മക്കളില്ലെന്നുള്ളത് ശരി, എന്നാൽ ഇവന് അടിച്ചു മാറ്റുമല്ലോ. അതാ ദമ്മേശേക്കുകാരൻ എലിയാസർ ഇതെല്ലാം കൂടെ തുപ്പടെ അടിച്ചു മാറ്റുമല്ലോ എന്നുള്ളതാ പുള്ളിക്ക് ഇപ്പോഴത്തെ വിഷമം.
അന്നേരം നമ്പരാൻ പറഞ്ഞു, അവറാച്ച ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് പിടിച്ച് മിറ്റത്തിറക്കി, കൈ പിടിച്ച് വലിച്ച് മിറ്റത്തിറക്കി പറഞ്ഞു. അവറാച്ച മേളിലോട്ട് നോക്കാൻ പറഞ്ഞു. നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പാർട്ടിക്കാർ പറമ്പിൽ എണ്ണാമെങ്കിൽ എണ്ണിക്കൂ. പണ്ടൊരു ഉപദേശി പ്രസംഗം പറഞ്ഞു, ദൈവത്തോട് നീ കളിക്കരുത്, ദൈവത്തോട് കളിച്ചാൽ ദൈവം നിന്നെ നക്ഷത്രം എണ്ണിക്കും. ദൈവം അബ്രഹാമിനെ നക്ഷത്രം എണ്ണിച്ചു. അത് വേറൊരു വ്യാഖ്യാനം. ശരിയല്ലേ? നക്ഷത്രം എണ്ണിച്ചല്ലേ? എന്തായാലും വിളിച്ച് മിറ്റത്തിറക്കി വെച്ച് പറഞ്ഞു മേളിലോട്ട് നോക്കാൻ. നക്ഷത്രങ്ങളെ ഇതുപോലെ സന്തതിയെ തരുമെന്ന്. അപ്പം ഇത് സന്ധ്യയ്ക്കായി, രാത്രിയിലാന്നല്ലോ നക്ഷത്രം, അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞാന്നല്ലോ. സന്ധ്യയ്ക്ക് വെളിയിലിറങ്ങി നക്ഷത്രം കണ്ടു, അകത്ത് അപ്പോൾ വാഗ്ദത്തം കൊടുത്തു. പിന്നെ ഒരു യാഗമാണ്, ഏകപക്ഷീയമായ ഉടമ്പടി. വിവരിക്കുന്നില്ല, ഞാൻ പറഞ്ഞില്ല, കമ്പിവാചകം പറഞ്ഞത്. ഏകപക്ഷീയമായ ഉടമ്പടി പിളർന്നു, ദൈവം മറികടന്നു, അറിയാമല്ലോ. ഉറപ്പിച്ചു, നിയമം ഉറപ്പിച്ചു. ഈ 15-ാം അധ്യായത്തിൽ ദൈവം വ്യക്തമായിട്ട് ഇടപെട്ടു, തലമുറയെ തരും. 16-ാം അധ്യായത്തിൽ തലമുറയെ കിട്ടുമെന്ന് വാഗ്ദത്തം പ്രാപിച്ചവൻ 16-ാം അധ്യായത്തിൽ സിസ്റ്റർ സാറാമയുടെ ബൈബിൾ ക്ലാസിൻ്റെ മുമ്പാകെ 15-ാം അധ്യായത്തിൽ ദൈവം തമ്പുരാൻ ഡയറക്റ്റ് ബൈബിൾ ക്ലാസ് എടുത്തു. ഒരു ദിവസവും ഒരു രാത്രി, ഒരു പകലും ഒരു രാത്രി ബൈബിൾ ക്ലാസ്. ആരുടെയാ? ദൈവത്തിൻ്റെ. അത് 15-ലെ ബൈബിൾ ക്ലാസ് കിടന്ന് ഗ്രാജുവേറ്റ് ചെയ്തു. ആര്? അബ്രഹാം. കുമ്പനാട്ടിൽ നിന്ന് ഗ്രാജുവേറ്റ്, അല്ലെ മണക്കാല തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന്, സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ്, ATA അംഗീകാരമുള്ളിടത്തിൽ നിന്ന്. ഞാൻ പോൾ പിള്ളയുടെ അവിടാണ്. നല്ല ഗ്രേസ്. ഈ ഗ്രേസിൽ നിന്നും സെറാംപൂരിൽ നിന്നുമൊക്കെ നല്ലതാ. ഗ്രാജുവേറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന അവറാച്ചൻ സിസ്റ്റർ സാറാമയുടെ അരമണിക്കൂറത്തെ ക്ലാസ്സിൽ തോറ്റു. സർട്ടിഫിക്കറ്റ് വലിച്ച് ദൂരോട്ട് എറിഞ്ഞു. ഞാൻ തെളിയിക്കാം. 15-ാം അധ്യായത്തിൽ ദൈവം ഡയറക്റ്റ് പറഞ്ഞു, അവറാച്ചൻ മിറ്റത്തിറങ്ങി മേപ്പോട്ട് കാണിച്ചു, കാര്യമെല്ലാം പറഞ്ഞു. 16-ാം അധ്യായത്തിൽ ഞാൻ എൻ്റെ ശൈലിയിൽ അങ്ങ് പറയാം, ആശയവെക്കാതൊക്കെ തന്നെ. 16-ാം അധ്യായത്തിൽ സിസ്റ്റർ സാറാമ പറഞ്ഞു, എന്നാ ഒരിളക്കം? അവറാച്ചൻ ചോദിച്ചാൽ എന്നാ? ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ മിറ്റത്തിറങ്ങുക, ചാടി പരിക്കകത്ത് കയറുക, പിന്നെയും മിറ്റത്തിറങ്ങുക, ചാടി പരിക്കകത്ത് കയറുക. ഞാനിവിടെ വയ്യാതെ പരിക്കാത്തിരിക്കുന്നെങ്കിൽ, എനിക്ക് പ്രായം 19 ശരീരത്തിൻ്റെ ബലഹീനത എനിക്ക് അറിയാവുള്ളൂ, അതൊക്കെ എനിക്കറിയാം. എന്നാലും നിങ്ങൾ ഈ കൂടെ ചാടി മിറ്റത്തിറങ്ങി ചിരിക്കുകയും മേപ്പോട്ട് നോക്കുകയും, നിങ്ങൾക്ക് എന്നെ ഇത്ര ഇളക്കം? അന്നേരം അവറാച്ചൻ പറഞ്ഞു, എൻ്റെ സാറാമ്മേ, ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഉടനെ സാറാമ്മ വെച്ചു, നിങ്ങളോടോ? എന്നോട് ദൈവം. ആട്ടെ, എന്തുവാ സംസാരിച്ചു? നമുക്ക് കൊച്ചിനെ തരുമെന്ന്. നമുക്ക്? ഉടനെ സാറാമ്മ, നിങ്ങൾക്കോ? നമുക്കോ? മനുഷ്യനെ, നിങ്ങൾ ഇമ്മ അന്തം പിന്ന് കേട്ടോണ്ട് ചാടരുത്. കോട്ടാലിലെ അമ്മ ഇല്ല ഒരുത്തനോട് പറഞ്ഞു, നീ ഇങ്ങനെ കിണാന്ന് സംസാരിക്കാതെ, അമ്മയുടെ ഭാഷ്യമാണ് ഇപ്പം, ചുമ്മാ ഒച്ചപ്പാടും ബഹളമാണ്. എന്നാലും അവന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നാൽ പറയാം, എടാ കൊച്ചനെ, നീ കിണാന്ന് വർത്താനം പറയാതെ വേറെ പുസ്തകത്തിൽ നിന്ന് വല്ലതും പറയാൻ പറഞ്ഞു. അതൊക്കെ അമ്മയെ കൊണ്ടേ ഒക്കുള്ളൂ. എന്ത് ചെയ്യാതോ? സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, സിസ്റ്റർ സാറാ പറഞ്ഞു, നിങ്ങൾ ആവശ്യമില്ലാത്ത കിടന്ന് ചാടരുത്, നിങ്ങൾക്ക് പ്രായം ഇപ്പം എന്തുകൊണ്ട്? എനിക്ക് നല്ല പ്രായമുണ്ട്. ഉണ്ടേ, എനിക്കും നല്ല പ്രായമുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനെ ഡൈ അടിച്ചിരിക്കുന്നതുകൊണ്ട് അറിയത്തില്ലെന്നേ. അതൊക്കെ ഒരാൾ പറഞ്ഞ പോലെ അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാ. ഏതാ? അതൊക്കെ പ്രായം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ നിർജീവാവസ്ഥ എനിക്കറിയാം, നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾക്കും അറിയാം, നമുക്ക് രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ ചുമ്മാ ഈ ആവശ്യമില്ലാത്ത കണ്ടുകൊണ്ട് ഇവിടെ കിടന്ന് കൊച്ചുങ്ങളെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ചുമ്മാ ഇല്ലടി. ഇന്നലെ പകലും വൈകിട്ടും കണ്ടിന്യൂ ക്ലാസ് ആയിരുന്നു. തിയോളജി, ആന്ത്രോപോളജി, ന്യൂമറ്റോളജി, എസ്കറ്റോളജി, തിയോളജിയുടെ എല്ലാ വശവും നന്നായിട്ട് തേണ്ട. സർട്ടിഫിക്കറ്റും തള്ള പറഞ്ഞ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കോച്ചിനെ കിട്ടുമെന്നോ? സാറാമ്മ എന്നോട് സ്പഷ്ടമായിട്ട് പറഞ്ഞ നക്ഷത്രത്തെ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്. മനുഷ്യനെ, നിങ്ങൾ ചുമ്മാ കിടന്ന് ഇളകരുത്, നിങ്ങൾക്ക് വട്ടാ.
അവസാനം സാറാമ്മ ഒരു അരമണിക്കൂർ ബൈബിൾ ക്ലാസ്. സാറാമ്മയുടെ ക്ലാസ്സിൻ്റെ രത്നം ചുരുക്കം, ഒരു കാര്യം ചെയ്യ്, നിങ്ങളോട് പറഞ്ഞോ? അവറാച്ചൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ടില്ല. ക്ലാസ്സിൻ്റെ മെത്തേഡാ. നിങ്ങളോട് പറഞ്ഞോ? എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ടുമില്ല. ഒരു കാര്യം ചെയ്യും, നമുക്കൊരു കുടുംബകലകം വേണ്ട, നിങ്ങൾ നേരെ ഹാഗാറിൻ്റെ കൂടാരത്തിൽ പോവും. എങ്ങനെയുണ്ട് സാറാമ്മയുടെ, സിസ്റ്റർ സാറാമ്മയുടെ ക്ലാസ്? അതിന് ഞങ്ങളുടെ അമ്മ, ഈ ക്ലാസ്സിന് ഞങ്ങളുടെ അമ്മ കൊടുത്തിരിക്കുന്ന പേര് തലയണമന്ത്രമെന്ന. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല? എന്നെ നോക്കിക്കേ, ഈ ക്ലാസ്സിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പറ, നിങ്ങൾ പറ. അതിനെ പഞ്ചി വല്ലതും, പഞ്ചി തലേനകത്തെ പഞ്ചി വല്ലതും പറഞ്ഞാന്നോ? അല്ല, ഭാര്യയും ഭർത്താവും അടുത്തടുത്ത് വിശ്രമിക്കുന്ന സമയത്ത് ഉറക്കം വരുന്നത് വരെ സിസ്റ്റർ സാറാമ്മയുടെ അരമണിക്കൂർ ബൈബിൾ ക്ലാസ്. അവിടെ ഒരു പദമുണ്ട്, അബ്രഹാം സാറായിയുടെ വാക്കനുസരിച്ചു. അങ്ങനെ വായിച്ചേ, അബ്രഹാം സാറായിയുടെ വാക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചില്ല. ദൈവം 15-ാം അധ്യായത്തിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരും. പകലും വൈകിട്ടും കണ്ടിന്യൂ ക്ലാസ് എടുത്ത് ക്ലാസ് സർട്ടിഫിക്കറ്റ് കളഞ്ഞേച്ച് സാറായുടെ ആട്ടെ വിവരിക്കുന്നില്ല. അതുകൊണ്ടാണ് 16-ാം അധ്യായത്തിന് ഒടുവിൽ അബ്രഹാമിന് തലമുറ ഉണ്ടായപ്പോൾ 86 വയസ്സ് ഇസ്മായിൽ ജനിച്ചപ്പോൾ. 16-ന്റെ ഒടുവിൽ വായിച്ചു, ഹാഗാർ അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ 86 വയസ്സ്. അതിനിടയ്ക്ക് പെണ്ണുങ്ങൾ രണ്ടുകൂടെ കൊമ്പ് കോർത്ത് ഇല്ലേ? അയ്യോ, രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ഉടക്കുണ്ടാകിയ ആണുങ്ങൾ കുഴഞ്ഞു പോകുന്നതല്ലാതെ. ഉദാഹരണം, അമ്മയും ഭാര്യയും അമ്മയും കൂടെ ഉടക്കുണ്ടാക്കുക, നിങ്ങൾ എന്നാ ചെയ്യും പറ? അമ്മയുടെ പക്ഷം പിടിക്കാൻ പോകുന്നോ? നിങ്ങൾ പറ, നിങ്ങൾ പുരുഷന്മാരൊക്കെ അല്ലേ, നിങ്ങൾ എന്നെ മൗനമായിട്ടിരിക്കുന്നത്? ഭാര്യയെ അമ്മയും കൂടെ ഉടക്കാം. ഭാര്യയെ കളയാൻ പറ്റുമോ? അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? പറ, നിങ്ങൾ പറ. നിങ്ങളാരും പറയല്ലേ? നമുക്ക് രണ്ടുപേരും വേണം. അമ്മയും വേണം, വേണ്ടേ? അതോ തള്ളയുടെ പടല് കണ്ടിക്കാന്നോ? പറ, ബിബിൻ പറ. അമ്മയും ഭാര്യയും കൂടെ, അല്ല പറയണമില്ല, ചെവിന്ന് കുന്തം കുരിക്കേ പറ. എന്നോട് മര്യാദയ്ക്ക് പറ. അമ്മയും ഭാര്യയും കൂടെ അവിടെ കണ്ടാക്കി എന്നാ ചെയ്യും? വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുക അല്ലാതെ? കാര്യം പറഞ്ഞ നമ്മളെങ്ങനെ ഭാര്യയോട് പറയാ, എടി അഞ്ചു നീ അങ്ങ് മിണ്ടാതെ. ഉടനെ അവള്, ഞാൻ പലപ്പോഴും നിങ്ങളെ മിണ്ടാതിരിക്കുന്നത് ആ തള്ള ഇങ്ങനെ കോലിട്ട് കുത്തുന്നത്. കുഞ്ചു ആ സഭയെ വന്നില്ലേ, വരേണ്ടതേ ഉള്ളൂ. ഗുണമാകുന്ന ഇന്ന് ഗുണമാകണം. അല്ലേ സാമിനെ, അല്ലേ ജിനു, അമ്മയും ഭാര്യയും കൂടെ വഴക്കണ്ട എന്നാ ചെയ്യും? നല്ല പൊന്നുമോൻ. അമ്മയും വേണം, ഭാര്യയും വേണം. അമ്മ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചതാ. ഭാര്യ ഉടമ്പടി ചെയ്തപ്പോൾ മരണം വരെ കൂടെ നിൽക്കേണ്ടതാ. രണ്ടുപേരും വേണം. അപ്പൊ പിന്നെ ഇത് പരിഹരിക്കേണ്ടത് ആരാ? നമ്മൾ ചെന്ന് അമ്മയോട് പറയാ, ഭാര്യയോട് പറഞ്ഞ് നീ അങ്ങ് മിണ്ടാതിരി. ഉടനെ ഭാര്യ, നിങ്ങൾ മിണ്ടാത്തതാ തള്ള ഇങ്ങനെ തെയ്യെന്ന്. അപ്പൊ അവന് മനസ്സിലായി, എവള് ഒതുങ്ങുന്ന ഇനമേ അല്ല, ഇവള് കപ്പലെ നീ അടി പ്ലെയിനെ കയറുന്നവരാ, ഇവള് ഒതുങ്ങുന്ന ഇനമേ. ഉടനെ അവൻ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ അങ്ങ് മിണ്ടാതമ്മേ, അമ്മ എൻ്റെ അമ്മയല്ലേ. ഉടനെ അമ്മ, അതേടാ ഞാനിപ്പം മിണ്ടുന്നത് പോലെ എന്നാ ചെയ്യും നിങ്ങൾ പറ. അതുകൊണ്ട് ഞാൻ അമ്മയോടും മരുമകളോടും ചേട്ടത്തിയോടും അനുജത്തിയോടും നാത്തൂനോടും പറയാം, രണ്ടുപേരും ഹിതപ്പെട്ട് വിനയപ്പെട്ട് ദൈവത്തെ ഭയപ്പെട്ട് സ്തോത്രം. അതാ വേദപുസ്തകത്തിൻ്റെ പ്രമാണം. അവിടെ ഞാൻ അധികം വിവരിക്കുന്നില്ല. ഇവിടെ 2 സ്ത്രീകൾ തമ്മിൽ പ്രശ്നമുണ്ട്. പ്രശ്നമെന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നമല്ല. നിങ്ങൾ അമ്മമാരും പെങ്ങന്മാരുമാ. ഒരു സ്ത്രീ നിറവയറോടാ ഓടുന്നത്. അയ്യോ,
ഇപ്പോഴാണ് ഡോക്ടർമാർ പറഞ്ഞ് ഒരു ഏതാ വിശേഷം ഉണ്ടായി പറഞ്ഞ അനങ്ങരുതെന്നാ പറയുന്നത്. എന്ത് ചെയ്താ? അന്നേരം ഒരു സ്ത്രീ നിറവയറോട് ഓടി. അപ്പം അങ്ങനെ ഒരു സ്ത്രീ നിറവയറോട് ഓടണമെങ്കിൽ ആ വീട്ടിൽ എന്തോ ഭൂകമ്പമാണ് നടന്നത്. അപ്പം സിസ്റ്റർ സാറാമ്മയുടെ ക്ലാസ്സിൽ അബ്രഹാം വഴിപ്പെട്ട് ഒരു കുഞ്ഞുണ്ടായി. അന്നേരം അബ്രഹാമിന് 86 വയസ്സ്. ദൈവത്തിന് മഹത്വം. ഇത് 16-ാം അധ്യായത്തിൽ സംഭവിച്ചു. 17-ാം അധ്യായത്തിൽ ദൈവം അധ്യായം ഓടിച്ചു വിടുക. 17 കർക്കശ നിയമം, പരിച്ഛേദന കഴിക്കണം ആൺകുട്ടികൾ. അവിടെ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ ശാരീരിക പരിച്ഛേദനയാണ്. ഇത് ആത്മീക പാഠം പറയാം. ആത്മീകമായി പഠിക്കുമ്പോൾ ഹൃദയ പരിച്ഛേദന വേണം. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന് കൊടുത്ത ഉടമ്പടി തലമുറകളെല്ലാം പരിച്ഛേദന കേൾക്കണം. 8-ാം നാളിൽ പരിച്ഛേദന കേൾക്കണം. അത് ആത്മീകമായി പറയുമ്പോൾ ഹൃദയത്തിന് പരിച്ഛേദന വരണം. വായിച്ച ഒരു വാക്യം തെളിവിന് വായിച്ച് യെരമ്യാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗമാണ്. അത് പെട്ടെന്ന് അങ്ങ് വായിച്ചു. യിരെമ്യാവ് 4:4 പെട്ടെന്ന് വായിര്. നിങ്ങളെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം, ഹൃദയത്തിന് പരിച്ഛേദന വരണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഹൃദയത്തിന് പരിച്ഛേദന വരണം. സ്തോത്രം. ഞാൻ വിവരിക്കുന്നില്ല, നിർത്തുക. 17-ാം അധ്യായത്തിൽ പരിച്ഛേദന. 18-ാം അധ്യായം ദൈവ അബ്രഹാമിന്റെ വീട്ടിൽ വരിക. അതെല്ലാം വിവരിക്കുന്നില്ല. 18-ാം അധ്യായത്തിൽ വീട്ടിൽ വന്ന സംഭവമൊക്കെ അറിയാമല്ലോ. ഞാൻ നാളെ അതിനെപ്പറ്റി ഒക്കെന്നെങ്കിൽ പറയാം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെ പറയാനാണെങ്കിൽ നാളെ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യം പറഞ്ഞേ ഒക്കുള്ളൂ. നിങ്ങൾ ഈ സഭയിൽ നിന്നാലും കൊള്ളാം, നിന്നില്ലും കൊള്ളാം, ഓടിയാലും കൊള്ളാം. ഇവിടെ വരുന്നവരെല്ലാം ഞാൻ സഹിതം ക്രമീകരണം പ്രാപിച്ച് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം. അല്ലാതെ എല്ലാത്തിനും കൂടെ തല്ലി കൂട്ടി പൊത്തി പൊതിഞ്ഞ് നമ്മൾ കൊച്ചുങ്ങൾ അപ്പം ഉണ്ടാക്കുകയല്ലേ മണ്ണ് കൊണ്ട് ആ ചിരട്ട, എന്നിട്ട് ഇങ്ങനെ തല്ലി ചിരട്ട പൊക്കി അപ്പം. അത് അപ്പമാണോ? എന്നാൽ പിന്നെ കുഴച്ചേച്ച് പൊക്കി അപ്പം. ഇതാരാ? ഇത് മോളിയപ്പം. ഇതാരാ? ഇത് ചിന്നമ്മയപ്പം. ഇതാരാ? അത് തങ്കമ്മയപ്പം. ഇതാന്ന് അപ്പം. മണ്ണാന്നത് അപ്പം ആണെന്ന് പറഞ്ഞെടുത്ത് തിന്നാലോ? ഇവിടെ വരുന്ന ഞാൻ സഹിതം നിങ്ങളെല്ലാം മഹാഭാവികളും ഞാൻ. നിങ്ങൾ അങ്ങോട്ട് വണ്ടിയെ കയറി പോകുമ്പോൾ ഒരു വിശുദ്ധം വന്ന് ഈ ആടിയേക്കുന്നു. ഇയാളുടെ വിശേഷം വന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാ. കുറേ നാളായി പുള്ളി എന്നെ തന്നെ ഉന്നം വെച്ചാ. ഞാൻ എന്നെ ഉന്നം വെച്ചായി പറയുന്നത്. ഞാനും നിങ്ങളുമെല്ലാം അങ്ങ് കാണണം. 18-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ വീട്ടിൽ ദൈവം വന്നു. ദൈവം വന്നേച്ച് കാര്യമൊക്കെ ചോദിച്ചു. അബ്രഹാമിനോട് ദൈവം ചോദിച്ചു, സാറാ എന്തിയെന്ന്? നിന്റെ ഭാര്യ? നിങ്ങളെ ഞാനത് പറഞ്ഞെങ്കിൽ നിർത്താം, അതിൻ്റെ ബാക്കി നാളെയാ. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ 3 ചോദ്യം 3 പേരോട് ചോദിച്ചു, എവിടാന്ന്? പറ. പിന്നെ അടുത്തത് ഉറക്കെ പറ. കയീനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ഹാബേൽ എവിടെ? ഇവിടെ അബ്രഹാമിനോട് ചോദിച്ചു. വായിച്ചേ. ആദമിനോട് ചോദിച്ചു. ഒന്നുകൂടെ വായിച്ചേ. അല്ല, ഉൽപ്പത്തിയിലെ വായിച്ചേ. ഇനി അപ്പൊ ശ്രദ്ധിച്ചേ. ഈ നിങ്ങൾ ഞാനത് വേദപുസ്തകം ഇങ്ങനെ വായിച്ചപ്പം ഇനി കുരുക്കുള്ളത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഞാനത് സൂക്ഷ്മമായിട്ട് നിങ്ങളത് വായിച്ചേ. ഈ 3 ചോദ്യം 3 പേരോടാ, ആദമിനോടും കയീനോടും അബ്രഹാമിനോടും. ഈ വചനത്തിൻ്റെ ചില മർമ്മങ്ങളുണ്ട് കേട്ടോ. ഈ 3 ചോദ്യവും ആ 3 അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലാണ്. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൻ്റെ 9-ലും 4-ാം അധ്യായത്തിൻ്റെ 9-ലും 18-ന്റെ 9-ലുമാ. വായിച്ചേ. പിന്നെ എത്രാം വാക്യം? ഉറക്കെ പറ സാറാ. റെഫറൻസ്. റെഫറൻസ് ആണോ പിന്നെ എന്നുള്ളത്? അങ്ങനെ അതാന്നല്ല. 3-ന്റെ നമ്പർ ആദ്യം വായിക്ക്. അത് കഴിഞ്ഞല്ലേ 4? 3 കഴിഞ്ഞല്ലേ 4? 3-ന്റെ 9. ഉൽപ്പത്തി 3-ന്റെ വായിച്ചേ.
അങ്ങനെ പറ. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന്. നീ എവിടെ? ഇനി 4:9. പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചു. ശാന്തി വായിച്ചേ 18:9. എവിടെ? ഈ 3 ചോദ്യവും 9-ാം വാക്യത്തിനകത്താ. ഈ വചനത്തിന് ചില മാർമിക വശങ്ങളുണ്ട്. 3-ന്റെ 9-ലും 4-ന്റെ 9-ലും 18-ന്റെ 9-ലും 3 ചോദ്യം എവിടെ? ഇതിനെപ്പറ്റി നാളെ പറയാം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇപ്പൊ തന്നെ 10 മിനിറ്റ് മുമ്പോട്ട് പോയി. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഒന്നും ചിന്തിക്കരുത്. എനിക്കൂടുള്ള ദൂത, നമുക്കെല്ലാമുള്ള ദൂത. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ജീവിതം ക്രമീകരിക്കപ്പെടണം. കുടുംബത്തിനകത്ത് ക്രമീകരണം വരണം, സഭയ്ക്കകത്ത് ക്രമീകരണം വരണം, ദേശത്തിന് ക്രമീകരണം വരണം. കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങണം. ബഹുമാനപ്പെട്ട ജോസഫ് പാസ്റ്റർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ നമുക്ക് അവസാനിപ്പിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ സമർപ്പണത്തോടെ മുറ്റു ഞാൻ തരും നീതാ പൂനീച്ചേ മുഴുവൻ ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റെ ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റെ ശരണം എൻ കർത്താവേ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്കാൻ എന്നെ കുമ്പിടുന്നു രക്ഷിക്കാം എന്നെ. മഹാപരിശുദ്ധനും നീതിമാനുമായിരിക്കും ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവെ ഞങ്ങൾക്കായിരിക്കാൻ ഇടയാക്കിയതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ദാസനെ ഇന്ന് രാത്രികാലം ദൈവം കരങ്ങൾ ഉപയോഗിച്ചതിനായി സ്തോത്രം. ക്രമീകരണങ്ങളെ കുറിച്ച് കർത്താവിന്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടല്ലോ. ഹല്ലേലൂയ. അവിടുത്തെ ഇടപെടലുകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ദൈവകരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം അടിയങ്ങളെ സമ്പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന, വനങ്ങളെ തോലുരിക്കുന്ന, കാദേശ് മരുവിനെ നടുക്കുന്ന, പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്ന യഹോവയുടെ ശബ്ദം ഈ രാത്രികാലവും ഞങ്ങളെ കേൾപ്പിച്ചു സ്തുതിക്കുന്ന കർത്താവേ. വചനത്തിനുമാകെ ഈ രാത്രികാലം അടിയങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. തന്റെ നല്ല കൃപയ്ക്കായി സ്തോത്രം, ഭാഗ്യത്തിനായി സ്തോത്രം, അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ജനത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന എല്ലാവരെയും ഈ രാത്രികാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒന്ന് ചേർന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രാത്രികാലം ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കാൻ ഞങ്ങൾ പിരിയട്ടെ. സാന്നിധ്യത്തിൽ നമ്മൾ ഞങ്ങളെ മറക്കണം, പരിപാലിക്കണം. കരങ്ങളിൽ താഴ്ത്തുന്നു യേശുക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നിർത്തുന്ന പരിശുദ്ധാത്മാവ് സംസർഗവും കൂട്ടായ്മയും നമ്മോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും കടന്നു വന്ന ദൈവജനത്തിന് മേലും ഭൂലോകമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇന്നു മുതൽ എന്നേക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ.
ആമേൻ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെയും പതിവ് പോലെ 10:30 പകൽ യോഗം, വൈകിട്ട് 7 മണിക്ക് എല്ലാവരും വന്ന് സംബന്ധിക്കണം. പകലും വൈകിട്ട്, നാളെ മറ്റന്നാൾ വരെ എല്ലാവരും വന്ന് സംബന്ധിക്കണം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാം തമ്മിൽ ഓർത്ത് പ്രാർത്ഥിച്ചോണം.